സ്റ്റാർട്ട് ചെയ്യാം. Yeah. ഫസ്റ്റ് തന്നെ ശ്രുതി ചലഞ്ച് റൗണ്ട്. ഓക്കെ. എന്തായാലും പൊളിക്ക് ഈ റൗണ്ട് ഈ വരാൻ പോകുന്ന ആള്. ലെറ്റ്സ് വെൽക്കം യശ്. ഓക്കെ. ചൈത്രം ചായം ചാലിച്ചു, ചൈത്രം ചായം ചാലിച്ചു, നിന്റെ ചിത്രം വരയ്ക്കുന്നു, ചാരു ചിത്രം വരയ്ക്കുന്നു. ചൈത്രം ചായം ചാലിച്ചു, നിന്റെ ചിത്രം വരയ്ക്കുന്നു. കവിൾ തട്ടിലി കുങ്കുമവർണ്ണം പകർന്നു, എങ്ങു നിന്നീ കവിൾ തട്ടിലി കുങ്കുമവർണ്ണം പകർന്നു. മാതളപ്പൂക്കളിൽ നിന്നോ മലർവാകതളിർത്തതിൽ നിന്നോ പാടിപ്പറന്നു പോം എൻ കിളി തത്തതൻ പാടലമാം ചുണ്ടിൽ നിന്നോ. ആ ആ ചൈത്രം ചായം ചാലിച്ചു, നിന്റെ ചിത്രം വരയ്ക്കുന്നു. എങ്ങു നിന്നീ കുളിർ നെറ്റിയിൽ ചന്ദനത്തിൻ നിറം വാർന്നു, എങ്ങു നിന്നീ കുളിർ നെറ്റിയിൽ ചന്ദനത്തിൻ നിറം വാർന്നു. ഈ മിഴിപ്പൂവിലെ നീലം ഇന്ദ്രനീലമണിച്ചില്ലിൽ നിന്നോ മേനിയിലാകെ പടരുമി സൗവർണം ഏതുഷ സന്ധ്യയിൽ നിന്നോ. ചൈത്രം ചായം ചാലിച്ചു, നിന്റെ ചിത്രം വരയ്ക്കുന്നു. ബ്യൂട്ടിഫുൾ. Good. വെരി നൈസ്. യശ്, ബ്യൂട്ടിഫുൾ പെർഫോമൻസ്. താങ്ക് യു സോ മച്ച് പാർവതി. ആൻഡ് കോസ്റ്റ്യൂം ഒക്കെ ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. ഇത് എവിടെന്നാ ഈ കോസ്റ്റ്യൂം എടുത്തേ? ഇത് എന്റെ അച്ഛന്റെ കുർത്തയാണ്. അച്ഛന്റെ കുറിച്ച് പാകായോ? പക്ഷെ അച്ഛന് യശിന്റെ അത്രയും ഹൈറ്റ് ഉണ്ടോ? അച്ഛനക്ക് ഹൈറ്റ് കുറച്ച് കുറവാണ്. അപ്പം അത് എനിക്ക് നല്ലപോലെ ഫിറ്റായി, കാരണം മുണ്ട് ഇടുന്നല്ലോ. ഓ, ഇതിന് മുണ്ടിന്റെ ആവശ്യമില്ലായിരുന്നു. ശരത് സാർ, എന്തോ എങ്ങനെ ഉണ്ടായിരുന്നു യശിന്റെ പാട്ട്? യശേ സർ, ബ്യൂട്ടിഫുൾ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. നന്നായിട്ട് പാടി. എനിക്ക് ആകെ ഉള്ളത് മാതളപ്പൂക്കളിൽ നിന്നോ, അത് ഒരു ലാസ്റ്റ് നോട്ടിനൊരു കുറച്ചും കൂടെ സുഖമും ഒരു ക്ലാരിറ്റിയും വരാം. ഒന്ന് പാടാമോ? മാതളപ്പൂക്കളിൽ നിന്നോ. ആ നിന്നോ എന്ന് പറയുന്നതിന് ആ ഒരു
ആ നോട്ട് കുറച്ചും കൂടെ പെർഫെക്റ്റ് ആകുമ്പം അതിനൊരു സുഖം കിട്ടും. അതുകൊണ്ടാ പറഞ്ഞേട്ടാ. ഓക്കെ സാർ. പിന്നെ അത് കഴിഞ്ഞിട്ട് ആലാപിൻ്റെ ലാസ്റ്റ് ആലാപ്, അതും ആ നോട്ടിന് ഒരു ക്ലാരിറ്റി ഉണ്ടല്ലോ. ഒന്ന് പാടാമോ അത്? അത് ഇങ്ങനെ നിലാവത്ത് കോഴി അഴിച്ചു വിട്ട പോലെ അല്ല, കുറച്ചും കൂടെ ധൈര്യമായിട്ട് അങ്ങ് പാടാം. താങ്ക് യു. അത്രേ ഉള്ളൂ യക്ഷേ. ഒരു മനോഹരമായ ഒരു പാട്ട് നന്നായിട്ട് തന്നെ പാടി. താങ്ക് യു സോ മച്ച്. ഇതൊക്കെ ഞാൻ കുറച്ചും കൂടെ ഫൈൻ ട്യൂൺ ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ. ഷാനിക്ക യശ് സർ. ഉഗ്രൻ സോങ് സെലക്ഷൻ അടിപൊളിയായിട്ട് പാടി. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു. യേശു മറ്റേ ക്ലാസ് ടോപ്പർ പോലെ. യേശു വന്നാ പിന്നെ മറ്റേ പാരന്റ്സ് മീറ്റിങ്ങിനൊന്നും പേടിക്കണ്ട. അതെ, ധൈര്യമായിട്ട് നമുക്ക് അത്യാവശ്യം നല്ല മാർക്കൊക്കെ വാങ്ങിച്ച് നല്ല കമന്റ്സ് ഒക്കെ കിട്ടി. എന്നാലും ഒരു മിനിമം ഗ്യാരണ്ടി ഉണ്ട്. അതെ. പിന്നെ ഞാൻ കണ്ടൊരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് യശ് പല പല ടൈപ്പ് പാട്ടുകൾ എക്സ്പെരിമെന്റ് ചെയ്യാൻ തുടങ്ങി. ഇപ്പം യെസ് സർ. കഴിഞ്ഞ എപ്പിസോഡിൽ ഈവൻ ആ ഒരു അറ്റയർ പോലും അതാ ലുക്സും ലുക്സും എല്ലാം മാറ്റിയിട്ട് അതാണ് നമുക്ക് വേണ്ടത്. അത് യശ് ഓൾമോസ്റ്റ് എല്ലാ ബോക്സും ഇങ്ങനെ ടിക്ക് ചെയ്ത് ഇങ്ങനെ പോകുന്നുണ്ട്. ഇങ്ങനെ തന്നെ കൺസിസ്റ്റന്റ് ആയിട്ട് തന്നെ പോകാൻ പറ്റട്ടെ. താങ്ക് യു സർ. അല്ല യശ് എന്തെങ്കിലും റെസൊല്യൂഷൻസ് എടുത്തോ? ഒന്നോ രണ്ട് പറയാം റെസൊല്യൂഷൻസ്. അതായത് ഈ ഷോയെ കുറിച്ച് പറഞ്ഞാൽ എനിക്ക് ആക്ച്വലി കുറെ മ്യൂസിക് പഠിക്കണം, കുറെ എക്സ്പ്ലോർ ചെയ്യണം. എനിക്ക് എൻ്റെ എക്സ്പ്ലോർ ചെയ്യാത്ത സൈഡ്സ് ഒന്ന് റീവിസിറ്റ് ചെയ്യണം. അങ്ങനത്തെ ഒരു റെസൊല്യൂഷൻ ഉണ്ട്. വേറെ Okay. ഈ തന്റെ ക്യാരക്ടറിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തണം എന്ന് തോന്നി എന്തെങ്കിലും? നെഗറ്റീവ് എലിമെന്റ്സ്, നെഗറ്റീവ് എനർജീസ് ഒഴിവാക്കണം. പോസിറ്റീവ് ആയിരിക്കണം, ഹാപ്പി അതെങ്ങനെ ആയിരിക്കണം, ഒഴിവാക്കും? സംസാരിക്കരുത്. ഇവരുമായിട്ട് അവരോടും സംസാരിക്കാതിരുന്നാ മതി. ഓ ഔട്ട് ഓഫ് സൂപ്പർ സ്റ്റാർ. യശ് അല്ലെങ്കിൽ അങ്ങനെ തന്നെ അല്ലേ? ആ അതെ. അങ്ങനെ ആയി വന്നു. അങ്ങനെ ആയി വന്നു. വെരി ഗുഡ്, വെരി ഗുഡ്. അതാണ് ലൈഫിൽ നിന്ന് ആ ഒരു നെഗറ്റീവ് തോട്ട്സ് ഒക്കെ പോകുമ്പോൾ തന്നെ നമുക്ക് സമാധാനമാണ് ഏറ്റവും വലുത്. എന്തോ ഒരു കഥ മണക്കുന്നു. ആണോ? അല്ല 2026 ഒരു കല്യാണം കഴിക്കണം എന്നുണ്ടോ? അങ്ങനെ ഒരു റെസൊല്യൂഷൻ ഉണ്ടോ? അല്ല റെസൊല്യൂഷൻ അല്ല, പെട്ടെന്ന് വേണ്ട, പെട്ടെന്ന് വേണ്ട. ഒരു 27 നെക്സ്റ്റ് ഇയർ. ഓക്കെ. ഓക്കെ. റെഡിയാണ്. മുണ്ട് ജുബ്ബ എല്ലാം റെഡിയായി, സെറ്റായി. യശ് ഇത് തന്നെ നല്ല സോങ് സെലക്ഷൻ നന്നായിട്ട് തന്നെ പാടിയിട്ടുണ്ട് കേട്ടോ. താങ്ക് യു സർ. താങ്ക് യു സർ. താങ്ക് യു ഷാനിക്ക. ചേച്ചി യശ് മാം ആസ് യൂഷ്വൽ സൂപ്പർബ് സിംഗിങ്. Thank you, ma'am. മനോഹരായിരുന്നു. യശിൽ ഒരു എന്താ പറയാ, ഒരു മെച്യൂർഡ് സിംഗിങ് വരുന്നുണ്ട്. അത് ഞാൻ അത്ഭുതത്തോടെ കണ്ട ഒരു കാര്യം, ഈ ഭാഷയൊന്നും ഇത്രയും അറിയാത്ത ഒരാള്, ഇത്ര എന്താണ് പറയുക, വീട്ടിൽ അധികം മലയാളം സംസാരിക്കുന്നില്ല, ആകപ്പാടെയുള്ളത് ഇതാ ഈ ഫ്രണ്ട്സിനോട് സംസാരിക്കുന്ന മലയാളവും ഇതൊക്കെയാണ്. ആ വ്യക്തി ഇത്രയും ബുദ്ധിമുട്ടുള്ള പാട്ട് ഓർത്ത് പഠിച്ച് അതിൻ്റെ അക്ഷരങ്ങളും കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി കറക്റ്റ് ചെയ്ത് പാടുന്നത് കാണുമ്പം ഐ ഫീൽ സോ പ്രൗഡ്. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. സോ പ്രൗഡ് ഓഫ് യു. കാരണം അത്രയും നമ്മൾ ആദ്യം കോമ്പറ്റീഷൻ തുടങ്ങിയ സമയത്ത് യശനൊരു ഒരു മുംബൈക്കർ ആക്സെന്റ് ഉണ്ടായിരുന്നു ഇതിന്റെ ഈ പാട്ടൊക്കെ പാടുമ്പോൾ. അതൊക്കെ മാറ്റി 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 ഒരുപാട് ഡെഡിക്കേഷൻ കൊടുത്ത് യശ് ഒരു പുതിയൊരാളായി മാറി. എന്തായാലും ഓൾ ദ വെരി ബെസ്റ്റ്. മുന്നോട്ട് ഇനിയും നല്ല നല്ല രീതിയിൽ പ്രയത്നിക്കാൻ സാധിക്കട്ടെ. ശബ്ദം നല്ലതുപോലെ നിൽക്കട്ടെ കൂടെ തന്നെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു മാം. താങ്ക് യു ചേച്ചി. ഓക്കെ, മാർക്സ് ചോദിക്കാം. യെസ്. ശരത് സർ 8 അടിയുള്ള യഷിന് 9. താങ്ക് യു സർ. മൂർഖനൊക്കെ കേട്ടിട്ടുണ്ട്. 8 അടി. താങ്ക് യു സർ. ഷാനിക്ക Nine. 9. താങ്ക് യു സർ. സൂപ്പർ. ചേച്ചി യശന്റെ മാർക്സ് ഞാൻ എഴുതി ഭദ്രമായി ഗാനക്കുടത്തിലേക്ക് ഇടുന്നുണ്ട്. Thank you. Okay, so total 18. Super. താങ്ക് യു. Okay, all the best. Judges, യെസ്. അടുത്തതൊരു ഹിന്ദി റെട്രോ റൗണ്ടിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ നമുക്ക് ഹിന്ദി റെട്രോ റൗണ്ടിലേക്ക് പോവാം. Yes. പാടാൻ വരുന്നു കാർത്തിക. Rumba ho 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 ho, samba ho 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 ho, rumba ho 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 ho, samba ho 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 ho. मैं
Rumba ho 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 ho. Samba ho 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 ho. मैं नाचूं तुम नाचो जितनी तुम प्यार से जी लोगे उतनी ही जिंदगी रंबा हो ओ ओ ओ ओ ओ संबा हो ओ ओ ओ ओ ओ तुम कानी आना सोया माँ तेरे बोल कारनावा का सो बोया हो तू मेरा जाने मन में तेरी महबूबा हो मुस्कुरा मुस्कुरा गम देती हूँ क्यों डूबा Living, we are living, dancing, yeah dancing, oh my people. Rumba ho oh 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 samba ho oh 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 मैं नाचूं तुम नाचो जितनी तुम प्यार से जी लोगे उतनी ही जिंदगी रंबा हो oh 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 samba ho हो दुनिया में लोगों के मेले गाएंगे जाएंगे हो यारों से मिलके हम झूमेंगे झूमेंगे गाएंगे Shining stars are shining singing yeah singing oh my people Rumba ho oh 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 samba ho oh 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 मैं नाचूं तुम नाचो जितनी तुम प्यार से जी लोगे उतनी ही जिंदगी रंबा हो oh 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 samba ho oh 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 ramba ho oh 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 samba ho oh 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 ramba ho oh 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 samba ho oh 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 ramba ho oh 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 oh
Rumba ho 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 ho. വെരി നൈസ്. കാർത്തിക, എന്തോ? സൂപ്പർ പെർഫോമൻസ്. താങ്ക് യു. ഞങ്ങൾ ഓർക്കായിരുന്നു പാടിയിട്ടും തീരുന്നില്ല. ഞങ്ങൾ കുറച്ച് നേരത്തെ എഴുന്നേറ്റു. സംഭാഹോ. ഓക്കെ, പക്ഷെ സൂപ്പർ ആയിരുന്നു കേട്ടാ. ചോദിക്കാം ചേച്ചി. ഓ, സ്റ്റൈലായിട്ടുണ്ട് കാണാനും പാടിയതും എല്ലാം സൂപ്പർ ആയിരുന്നു. നമ്മുടെ ഉഷാ ദീദി പാടുമ്പോഴത്തേക്കുള്ള ഒരു എനർജി ഉണ്ടല്ലോ. അതെ, അതൊരു ഫാന്റാസ്റ്റിക് എനർജിയാണ്. മോളത് ട്രൈ ചെയ്തു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. മോളുടെ വോയിസ് മോഡ്യൂലേഷനും എല്ലാം ഇറ്റ് വാസ് വെരി നൈസ്. നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. നമ്മുടെ കോറസ് 3 പേര്, ഒരു നിരാശക്കാരനായ ഒരു കോറസ് പയ്യൻ തേജസ് നന്നായിരുന്നു, ഗംഭീരമായിരുന്നു. എല്ലാവരും പൊളിച്ചടുക്കി. എനിക്ക് ഇഷ്ടപ്പെട്ടു മോളുടെ ആ ഡ്രസ്സും. അതിൽ ഒരുപാട് മൂവ്മെന്റ്സ് ഒന്നും ഇല്ലാതെ തന്നെ മോളുടെ വോക്കൽസിൽ മോൾ അത് കൊണ്ടുവന്നു. ആ ഒരു ഫീൽ, ആ ഒരു എനർജി. ഇറ്റ് വാസ് ഫാന്റാസ്റ്റിക്. ഇഷ്ടപ്പെട്ടു, എനിക്ക് നന്നായിരുന്നു. അതേപോലെ നമ്മുടെ ഓർക്കസ്ട്ര, ആഹാ, കലക്കി. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു മാം. താങ്ക് യു ചേച്ചി. ശരത് സർ. കാർത്തിക, എന്തൊക്കെയാലും ഒരു ഗുമ്മുള്ള പാട്ട്. കാര്യം ഇത് ഉഷാദീതി പാടുമ്പം ഇത്രയും ലെങ്ത് തോന്നത്തില്ല നമുക്ക്. കാരണം ദീദി ഡാൻസ് ഒക്കെ വരും. ഇപ്പോൾ ഞാനാ കാർത്തിക പാടുന്നെങ്കിൽ ഞാനിങ്ങനെ ദീദിയെ കാണുമായിരുന്നു. ദീദി എൻ്റെ ഡാർലിംഗ് ആണ്. ദീദി ഒരു സ്വീറ്റ് ഹാർട്ടാണ്. ഒരു എന്താ പറയേണ്ടത്, നമ്മൾ എത്ര പറഞ്ഞാലും തീരത്തില്ല, അത്രയ്ക്ക് പോസിറ്റീവായിട്ടുള്ള ഒരാളാണ് ദീദി. ദീദി, ഐ ലവ് യു, ഐ മിസ് യു. ചകര നന്നായിട്ട് പാടിയടാ, നന്നായിട്ട് പാടി. കാര്യം ഇത് ഇത്രയും എങ്ങനെ ഓർത്തിരുന്ന്. ഞാൻ മുമ്പ് പാടുമായിരുന്നു, അപ്പൊ ആ ഒരു ഓർമ്മയില് പിന്നെ ഇതിനു വേണ്ടിട്ട് കുറച്ചുകൂടെ പഠിച്ചു. അപ്പൊ അത്രേ ഉള്ളൂ കാർത്തിക. അതൊക്കെയാലും നല്ല ഗുമ്മുള്ള ഒരു, പ്രത്യേകിച്ച് ദീദി ഇങ്ങനെ കുത്തിക്കീറി വെച്ചേക്കുന്ന ഒരു പാട്ടെടുത്തുകൊണ്ട് പാടിയതിൽ കുറേ സന്തോഷം കേട്ടോ. താങ്ക് യു സർ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ശരത് സർ. ഷാനിക. കാർത്തിക, എന്താ സാർ? നല്ലൊരു എനർജറ്റിക് പെർഫോമൻസ് ആയിരുന്നു കാർത്തിക. നല്ല രസമുണ്ടായിരുന്നു. താങ്ക് യു സർ. പിന്നെ പറഞ്ഞ പോലെ കുറേ റിപ്പീറ്റ്സ് ഉണ്ട്. അത് എവിടെയാണ് അത് ജോയിൻ ചെയ്യുന്നത് എന്നൊക്കെ കൃത്യമായിട്ട് ഞാൻ വിചാരിച്ച ഇടയ്ക്ക് പിന്നെ കാർത്തിക്കും കോറസും തമ്മിൽ എന്തോ ഒരു കമ്മ്യൂണിക്കേഷൻ ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നല്ലോ. കാർത്തിക നോക്കുന്നുണ്ട്, അവർ പാടുന്നില്ല, കാർത്തിക നോക്കുന്നുണ്ട്. ഓക്കെ, എന്താണ്? പക്ഷെ കറക്റ്റ് ഗ്രിഡിൽ തന്നെ പാടി അല്ലേ? പാടി. പിന്നെ നല്ല ലെങ്ത് ഉള്ളൊരു പാട്ടാണ്. അവസാനം ആയപ്പോഴേക്കും അവരെല്ലാവരും ക്ഷീണിച്ച് ഇരുന്ന് എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റൂ കാർത്തിക, സോറി. ഞങ്ങളെല്ലാരും ഇതെന്താ തീരാത്ത. അപ്പം പിന്നെ ഈ പറഞ്ഞ പോലെ ബപ്പിതയുടെ ഒരു ഭയങ്കര ഹിറ്റ് സോങ് ഉഷാദീദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് ഈ പിന്നെ എന്താ പറയാ ഫയറാണ്. ഈ സമയത്തും ഫയറാണ് ഇപ്പം ആക്ച്വലി. അതെ, ഇപ്പൊ എമ്പുരാനിലെ പാട്ടുണ്ട്. ആ എമ്പുരാനെ എന്ന് പറഞ്ഞാൽ ആ ഒരു ത്രോ തന്നെ മതി. ഓ, അന്യായ സിംഗർ, ഒരു രക്ഷയില്ലാത്ത സിംഗർ. എനിക്ക് പേഴ്സണലി ഉള്ള ഒരു അനുഭവം എന്താണെന്ന് വെച്ചാൽ കുറേ നാൾ മുന്നേ ഉഷാദീദി ഇങ്ങനെ എന്നെ വിളിച്ചിട്ട് ഷാൻ, ഞാൻ പറഞ്ഞു അതെ ഇത് ഉഷാദീദിയാണ്. എന്താ ഞാൻ എന്നെ കൊണ്ട് എന്തെങ്കിലും തെറ്റ് പറ്റിയോ? അപ്പം എന്നോട് പറഞ്ഞു ഷാൻ്റെ പലവട്ടം സോങ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി, അപ്പം അതിനൊരു റിപ്ലൈ സോങ് ആയിട്ട് ഞാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ റിപ്ലൈ സോങ്ങോ? എന്നിട്ടാണ് ഉഷാദീദി, കൽപ്പന ചേച്ചി ഇവർ കൂടിയിട്ട് ഒരു സംഭവം ചെയ്തായിരുന്നു അന്ന്. അപ്പം അതാണ് അവരുടെ കൂടെയുള്ള ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ബാക്കി കാർത്തിക നന്നായിട്ട് തന്നെ പാടി. കാർത്തിക താങ്ക് യു സർ. അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല ആ ഒരു ഡ്രസ്സും കോറസും എല്ലാവരും രസമായിരുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാനിക. ഓക്കെ, മാർക്സ് ചോദിക്കാം. ശരത് സർ. കാർത്തിക, എന്താ സാർ? 8.8 മാർക്സ്. താങ്ക് യു സർ. താങ്ക് യു സർ. ഷാനിക. കാർത്തിക, എന്താ സാർ? 8.8. താങ്ക് യു സർ. താങ്ക് യു ഷാനിക. ചേച്ചി. കാർത്തികയ്ക്കുള്ള മാർക്സ് ഇതാ ഞാൻ എഴുതി ഗാനക്കുടത്തിലേക്ക് സമർപ്പിക്കുന്നു. താങ്ക് യു മാം. സോ ടോട്ടൽ 17.6. സൂപ്പർ. ഓക്കേടാ, ഓൾ ദി ബെസ്റ്റ്. ഇനി നമ്മുടെ ഈ സൂപ്പർ സ്റ്റാർ സീനിയറിന്റെ വേദി ഒരു ബ്ലെസ്ഡ് മൊമെന്റിലേക്കാണ് കടക്കാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നു ജൂനിയർ തൊട്ടേ ഒരുപാട് ലെജൻഡ്സ് വന്നു പോയൊരു വേദിയാണ് നമ്മുടെ സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്നത്, അല്ലേ? ഈ സൂപ്പർ സ്റ്റാർ സീനിയറിന്റെ വേദിയിലും ദാ ഒരു ലെജൻഡ് വരാൻ പോവാണ്. മിഴിയോരം നനഞ്ഞൊഴുകും മുതൽ പൂക്കൾ പനിനീർ പൂക്കൾ വരെ മലയാളികളുടെ മനസ്സിൽ സംഗീതത്തിന്റെ ലാളിത്യം തീർത്ത ആ സംഗീത സംവിധായകൻ, നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ജെറി അമൽദേവ് സാറാണ് വരാൻ പോകുന്നത്. ഒരുപാട് സ്നേഹത്തോടെ സൂപ്പർ സ്റ്റാർ സീനിയറിന്റെ വേദിയിലേക്ക് ജെറി അമൽദേവ് സാറിനെ ഞാൻ സ്വാഗതം ചെയ്യാം.
I'm glad to be here. Yeah. I'm also impressed with this entire setup here and the way you people are conducting this show. Thank you. താങ്ക് യു സർ. സർ മഞ്ജരി ചേച്ചി, നമസ്കാരം, ശരത് sir. Namaskaram, Manjari. നമസ്കാരം. And that is in the middle. ശരത് സർ. Sharat sir from here നല്ല വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നില്ല. അല്ല And എനിക്ക് that is നീളം Shan. കുറവാ. Shan sir also. ഷാൻ Thank you. സർ, ഒരുപാട് പാട്ടുകൾ സർ ഞങ്ങൾക്ക് സമ്മാനിച്ചിട്ടുണ്ട്. നമ്മളുടെ ഒക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരുപാട് പാട്ടുകൾ. ഇപ്പൊ ദാ ഇവരൊക്കെ ഇനിയിപ്പോ വരാൻ പോകുന്ന ന്യൂ ജനറേഷനിലെ പുതിയ കുറെ സിംഗേഴ്സ് ആണ് ഇവര്. Yes. എന്താണ് സർ അവർക്ക് കൊടുക്കാനുള്ള ഒരു അഡ്വൈസ്? We must always be rooted in our soil. Artificial intelligence and all these new fad things are good in their own place, but they can never replace our fundamental musical culture, which has developed over. Yes. താങ്ക് യു സർ, താങ്ക് യു. So nice. സർ, ഞാനിവിടെ ഇൻട്രോയിൽ പറഞ്ഞു മിഴിയോരം മുതല് ഇപ്പൊ പൂക്കൾ പനിനീർ പൂക്കൾ വരെ. അതൊരു വലിയ ജേർണിയാണ് സർ. അപ്പൊ അന്നത്തെ കാലത്ത് തന്നെ ഇത്രയും വലിയ പാട്ടുകൾ ചെയ്ത് ഇപ്പൊ ന്യൂജൻ ടീംസിന്റെ കൂടെയും സാർ വർക്ക് ചെയ്യുന്നു. സാറിന് ഫീൽ ചെയ്തിട്ടുള്ള ഒരു ഗ്രേറ്റ് ഒരു ഡിഫറൻസ് എന്താണ് സർ? ഒരു ബിഗ് ഒരു ഡിഫറൻസ് ഡിഫറൻസ് ഒന്നുമില്ല. ബിക്കോസ് പാട്ടെന്ന് പറയുന്നത് നമ്മളൊരു പാട്ടുണ്ടാക്കുന്നു, ഒരാളെ പഠിപ്പിക്കുന്നു, ഓർക്കസ്ട്രയ്ക്ക് വേണ്ടതെല്ലാം പറഞ്ഞു കൊടുക്കുന്നു, അത് ചെയ്യിക്കുന്നു, അത് തന്നെ ഇപ്പോഴും ചെയ്യുന്നു. വ്യത്യാസമൊന്നും ഞാൻ കാണുന്നില്ല. ഓക്കെ. There is a greater speed and use of electronic gadgets, which is, as long as it is used within limits, it's wonderful. And in that sense, it makes our life a little easier. That's what I would feel. ഓക്കെ. ജെറിമാഷ നമസ്കാരം. കണ്ടതിൽ കുറേ സന്തോഷം. ഞങ്ങളെല്ലാവരും ജെറിമാഷിന്റെ ഫാൻസാണ്. അതെ. ഞങ്ങളൊരു ഷോയിലുണ്ടായിരുന്നപ്പോൾ ആ മാഷിന്റെ പാട്ട് മിഴിയോരം പാടിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ ജെറിമാഷിന്റെ കൈ പിടിച്ച് ഉമ്മ വെക്കുകയും ചെയ്തു. മാഷിനോട് തന്നെ ഞാൻ പറഞ്ഞു, ആദ്യമായിട്ട് ഒരു ആണിന്റെ കൈ പിടിച്ച് ഉമ്മ വെക്കുന്നതാണ്. മാഷിനെ കണ്ടതിൽ കുറേ സന്തോഷം. Thank you. കുറേ സന്തോഷം. ഞാൻ ആക്ച്വലി ജെറി സാറിന്റെ ഒരു പാട്ട് എൻ്റെ ഒരു പടത്തിൽ ഞാൻ ഇട്ടിട്ടുണ്ട്, 1000 കണ്ണുമായി. തട്ടപ്പൻ മറിയത്തിൽ ഒരു 2 ലൈൻ മാത്രം എടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് കിട്ടിയ വേറൊരു ഭാഗ്യം എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഈ അടുത്ത് ജെറി സാറിന്റെ മ്യൂസിക്കിൽ ഒരു ക്രിസ്മസ് സോങ് ഉണ്ടായിരുന്നു. അത് ഫെഫ്ക മ്യൂസിക് ഡയറക്ടേഴ്സ് യൂണിയന്റെ ഇതിൽ. അപ്പം ജെറി സാറിന്റെ മ്യൂസിക്കിൽ നമ്മളെല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സിനും അത് പാടാൻ പറ്റി എന്നുള്ളത് ഒരു വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നു. എനിക്കും അതൊരു വലിയ ഭാഗ്യമാണ്. മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ പാട്ട് പാടിയല്ലോ. എല്ലാവരും പാടിയ നല്ല ഒരു ഭയങ്കര രസമുള്ള ഒരു പാട്ട്. ആൻഡ് വൺസ് അഗൈൻ വെൽക്കം ടു ദ ഷോ. താങ്ക് യു. താങ്ക് യു ചേച്ചി. കുഞ്ഞുനാൾ മുതലേ ഒരുപാട് ഇഷ്ടമുള്ള ഒരു മ്യൂസിക് ഡയറക്ടറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുന്നൊന്നും സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. പക്ഷെ ദൈവാനുഗ്രഹം കൊണ്ട് ഒരുപാട് പാട്ടുകൾ എനിക്ക് സാറിൻ്റെ സംഗീതത്തിൽ പാടാൻ പറ്റി. ഈ അടുത്ത് ഒരു ഹിന്ദി പാട്ട് സാറിൻ്റെ സംഗീതത്തിൽ പാടാൻ പറ്റി. അപ്പം സാറുമായിട്ടുള്ള എപ്പോഴും റെക്കോർഡിംഗ് സെഷൻസ് വളരെ വളരെ രസകരമാണ്. എനിക്ക് ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് ആണ്. അതുമാത്രമല്ല സാറ് നമുക്കൊരു ഫ്രീഡം ഉണ്ട് പാടാനും. പിന്നെ വളരെ കൂളാണ്. ഒരു ഹാൻസം മ്യൂസിക് ഡയറക്ടർ എന്നാണ് എപ്പോഴും എല്ലാവരും പറയാറുള്ളത്. പിന്നെ സാർ ഡ്രസ്സിങ് രീതിയായാലും എല്ലാം വെരി ക്യൂട്ടാണ് സാർ. സോ ഹാപ്പി ടു സീ യു ഹിയർ. അതുമാത്രമല്ല സാറിൻ്റെ പാട്ടുകൾ ഇപ്പോഴും നമ്മളെല്ലാവരും വേദികളിൽ എല്ലാ ഷോസിലും പാടുന്നതാണ്. അപ്പം ഞാനായാലും എൻ്റെ ഫേവറേറ്റ്സ് ആയിട്ടുള്ള കുറേ പാട്ടുകളുണ്ട്. അതെല്ലാം തന്നെ എനിക്ക് എപ്പോഴും ഞാൻ സ്റ്റേജസിൽ പാടാറുള്ള പാട്ടുകളാണ്. അപ്പം ഇന്ന് സാറിനെ ഇവിടെ നേരിട്ട് കണ്ടതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച് സർ. സാർ, എന്താണ് സാർ ഈ സൗന്ദര്യത്തിന്റെ രഹസ്യം? അതെനിക്ക് അറിഞ്ഞൂടാ. അതാണ് ആ മനസ്സിനകത്തുള്ള നന്മയുള്ള മ്യൂസിക്. നമ്മൾ ജെറി സാറിനെ എപ്പോൾ കാണുമ്പോഴും, ഞാൻ സാറിന്റെ ഇന്റർവ്യൂസ് ഒക്കെ കാണുമ്പോഴും സാറിന്റെ പിയാനോ എപ്പോഴും സാറിന്റെ കൂടെ ഉണ്ടാവും. അപ്പൊ നമുക്ക് സാറിന്റെ ഒരു പെർഫോമൻസ് നമുക്കിങ്ങനെ അടുത്ത് കിട്ടിയിട്ട് നമുക്കൊന്ന് നേരിട്ട് കാണണ്ടേ? തീർച്ചയായിട്ടും. ജഡ്ജസ്, അപ്പൊ ദാ ജെറി സാറ് നമുക്ക് വേണ്ടിയിട്ട് സാറ് പെർഫോം ചെയ്യാൻ പോവാണ്. ആൻഡ് വേറൊരു ഹാപ്പിനെസ് എന്ന് പറയുന്നത് സാറ് നമ്മുടെ കുട്ടികളെ കൂടെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അവരെയും കൂടെ വിളിക്കുകയും നമുക്ക് ഒന്നിച്ച് സാറ് പെർഫോം ചെയ്യാമെന്നാണ് പറഞ്ഞത്. ജെറി സാർ റെഡി? I am ready. Okay. In fact, I want to teach them a song which they already know. And it is one of the world's most famous songs.
മലയാളത്തിൽ അതിങ്ങനെയാണ് എൻ്റെ പോക്ക്. നിങ്ങൾക്കറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാക്കേ കാക്കേ കൂടെ ഇവിടെ പാടാമോ? കാക്കേ കാക്കേ കൂടെവിടെ, കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ, കുഞ്ഞിന് തീറ്റ കൊടുക്കാൻ ഞാൻ കുഞ്ഞു കിടന്നു കരഞ്ഞിരും. ഇത് നിങ്ങൾ അയ്യോ ഇത് കൊച്ചുങ്ങളുടെ പാട്ട്, ഇതെന്താ ഇതിൻ്റെ അകത്ത് വലിയ കാര്യം ഇരിക്കുന്നത്? ഭയങ്കര കാര്യമാണുള്ളത്. ബിക്കോസ് ഈ പാട്ട് തന്നെയാണ് Twinkle, twinkle, little star, how I wonder what you are. Up above the world so high, like a diamond in the sky. Twinkle, twinkle, little star, how I wonder what you are. ഇപ്പോൾ ദ ഫസ്റ്റ് സോങ് യുനോ കാക്കേ കാക്കേ നമ്മുടെ നാട്ടിൽ. ഇത് ട്വിങ്കിൾ ട്വിങ്കിൾ എവിടുന്നാണ് വരുന്നത്? യൂറോപ്പിലാണ്, ശരിയല്ലേ? പക്ഷേ ഈ അറബി നാട്ടിലും ഇതുപോലത്തെ ഒരു ട്യൂണുണ്ട്. ആ ട്യൂണിൽ നല്ലത് ഈ വൃത്തം ഉണ്ടെന്ന് പറയായിരിക്കും കുറേ കൂടി ശരി. ഉദാഹരണത്തിന് ഇവിടെ നമ്മുടെ പള്ളികളിൽ പാടുന്ന ഒരു പാട്ടുണ്ട്, അന്നാ പെസഹ തിരുനാൾ. ഇങ്ങനെ നോക്കൂ, അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ. കേട്ടിട്ടില്ലേ? അപ്പം നോക്കൂ, ഈ യൂണിവേഴ്സൽ വൃത്തം ആണ് നമ്മളുടെ കാക്കേ കാക്കേ കൂടെ ഇവിടെയും ട്വിങ്കിൾ ട്വിങ്കിളും പിന്നെ അന്നാ പെസഹ തിരുനാൾ. അറബികൾ നാട്ടിൽ അത് പറയുന്ന തൂയൈ എന്നാണ്. ആ ടാ 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 whatever. The tune may be different, but it is ta 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 ta. So this is lesson number 1. Okay. Now I think you can now join me singing Ayiram Kannamai. Yeah. Wonderful. Okay, I'll just start then. Will you join with this Paingili Malarthenki? ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ, എന്നിൽ നിന്നും പറന്നകന്നൊരു പൈങ്കിളി മലർത്തേൻ കിളി, പൈങ്കിളി മലർത്തേൻ കിളി, പൈങ്കിളി മലർത്തേൻ കിളി. ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ, എന്നിൽ നിന്നും പറന്നകന്നൊരു പൈങ്കിളി മലർത്തേൻ കിളി, പൈങ്കിളി മലർത്തേൻ കിളി, പൈങ്കിളി മലർത്തേൻ കിളി. മഞ്ഞു വീണതറിഞ്ഞില്ല, പൈങ്കിളി മലർത്തേൻ കിളി, വെയിൽ വന്നു പോയതറിഞ്ഞില്ല, പൈങ്കിളി മലർത്തേൻ കിളി. മഞ്ഞു വീണതറിഞ്ഞില്ല, വെയിൽ വന്നു പോയതറിഞ്ഞില്ല. ഓമനേ നീ വരും നാളുമെന്നീരുന്നു ഞാൻ, പൈങ്കിളി മലർത്തേൻ കിളി. വന്നു നീ വന്നു നിന്നു നീ എൻ്റെ ജന്മസാഫല്യമേ, വന്നു നീ വന്നു നിന്നു നീ എൻ്റെ ജന്മസാഫല്യമേ. ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ, എന്നിൽ നിന്നും പറന്നകന്നൊരു പൈങ്കിളി മലർത്തേൻ കിളി, പൈങ്കിളി
സർ That's it. സർ താങ്ക് യു സോ My മച്ച്. pleasure. നോക്ക് എന്ത് വലിയ ആ ഒരു ബ്ലെസ്ഡ് മൊമെന്റ് ആണ് ശരിക്കും ഇത്. സാറിന്റെ കൂടെ നിർത്തിയാണ് നിങ്ങളെ പഠിപ്പിച്ചെന്നേ. എന്തൊരു വലിയ എക്സ്പീരിയൻസ് ആണ് ഇത്. അതാ. കാരണം നമ്മളെല്ലാവരും ഈ പാട്ടുകള് പാടി കേട്ടിട്ടുണ്ട്, അല്ലാതെ സിനിമയിൽ കണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ലൈവ് എക്സ്പീരിയൻസ് അല്ലേ, സാറിന് ഡയറക്റ്റ് പഠിക്കല്ലേ. യെസ് അർച്ചന. മാം പറഞ്ഞ പോലെ തന്നെ സാറിന്റെ പാട്ടിൽ കേട്ടിട്ടേ ഉള്ളൂ. സാറിനെ ഇപ്പൊ നേരിട്ട് കാണാനും പറ്റി. ഒരു ക്ലാസ് പോലെ നമുക്ക് എല്ലാവർക്കും ഫീൽ ചെയ്തു. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതിന് അമൃത TV നന്ദി പറയുന്നു. ഈ ഒരു അവസരം നമുക്ക് ഒരുക്കി തന്നതിൽ താങ്ക് യു സോ മച്ച്. സർ എനിക്ക് ഒരു ചെറിയൊരു ആഗ്രഹമുണ്ട്. Yeah. ഞാൻ അവിടെ വന്ന് പറയാം. എനിക്ക് ഒരുപാട് 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 സന്തോഷമുള്ളൊരു മൊമെൻ്റാണ്. അവിടെ ഇരുന്നിട്ട് നിങ്ങളെ പോലെ തന്നെ അതിയായ സന്തോഷത്തോടെയാണ് ഞാൻ അവിടെ ഇരിക്കുന്നത്. മാഷിനെ എപ്പോഴും നേരിട്ട് കാണുമ്പോഴും ഭയങ്കര പോസിറ്റിവിറ്റിയാണ്, ആ ഒരു മുഖത്തുള്ളൊരു ചിരിയും എല്ലാം തന്നെ. അപ്പോൾ ഈ ക്ലാസ് സത്യത്തിൽ ഒരു മ്യൂസിക് ലെസൺ ഞങ്ങൾക്ക് എല്ലാവർക്കും അതൊരു ലെസൺ തന്നെയായിരുന്നു. വി എൻജോയ്ഡ് ഇറ്റ് സർ. സർ വെനെവർ വി സിറ്റ് ദെയർ ആൻഡ് ടോക്ക് അബൌട്ട് യുവർ സോങ്സ്, അതിൽ വാചാലം എൻ മൗനവും, അപ്പം ശരത് സാറും ഞാനും കൂടെ എപ്പോഴും അതിൻ്റെ ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഇട്ടിട്ട് അതൊക്കെ ഭയങ്കര എനർജിയാണ് ഫോർ us all your songs and so happy to be here standing with you singing in front of you. Thank you so much sir. അല്ല ഇത് കഴിഞ്ഞ് നമ്മൾ സാറിനെ വിടുന്നില്ല. ഇല്ല സർ, ഞങ്ങളുടെ കൂടെ അവിടെ. അതെ സാർ കുറച്ച് സമയം നമ്മുടെ കൂടെ സ്പെൻഡ് ചെയ്യണം. സാർ ഇത് അവിടെ നമ്മളൊരു സീറ്റ് ഇട്ടിട്ടുണ്ട്. Very good. അങ്ങോട്ട് പോവാം. അതാ ഞാൻ സാറിനെ അങ്ങോട്ട് കൊണ്ടുപോട്ടെ. യെസ്. അപ്പൊ സാറിന് വേണ്ടി ഒരു ഡെഡിക്കേഷൻ കൂടെയാണ്. അപ്പോ നമ്മുടെ കോമ്പറ്റീഷനിൽ അടുത്തതായിട്ട് ഹന എന്ന് പറഞ്ഞൊരു കണ്ടസ്റ്റന്റ് ആണ് പാടാൻ വരുന്നത്. സാറിന്റെ പാട്ടാണ് പാടാൻ വരുന്നത്. ഹന. ഓക്കെ സോ ലെറ്റ്സ് വെൽക്കം ഹന.
താങ്ക് യു ഹന ചേച്ചി. ബ്യൂട്ടിഫുൾ ആയിരുന്നു ഹന. താങ്ക് യു ചേച്ചി. പിന്നെ ആരുടെ മുമ്പിലായി പാടിയേ? ജെറി അമൽദേവ് സാർ. സാറിന്റെ മുമ്പില് സാറിന്റെ പാട്ട് പാടാൻ പറ്റിയല്ലേ? അതെ ഭയങ്കര ഒരു ഭാഗ്യല്ലേ? അതെ ചേച്ചി. കാരണം ഞാൻ എങ്ങനെ പാടി എന്നല്ല, എനിക്ക് അങ്ങനെ ഒരു വലിയ ആളുടെ മുന്നിൽ വെച്ച് പാടാൻ പറ്റി. അതാണല്ലേ? എന്നാ ചോദിക്കൂ സാറിനോട്. സാർ എന്റെ പാട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? Hannah, you sang extremely well. താങ്ക് യു സാർ. പാടുന്നതിൻ്റെ ഓരോ സെക്കൻഡും ഞാൻ ശ്രദ്ധിക്കുമായിരുന്നു. എനിക്കൊരു ചെറിയ കറക്ഷനേ പറയാനുള്ളൂ, അതിൽ തെറ്റില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം 98% ഹാനയ്ക്ക് കിട്ടിയിട്ടുണ്ട്. ആ 2% വെറുതെ കളയണ്ടെന്ന് വിചാരിച്ചിട്ട് പറയാണ്. അതായത് മിഴിയോരോ മഞ്ഞിൽ വിരിഞ്ഞ പൂവേ പറ, ഇത്ര മതി. യു ആർ ഡൂയിങ് എ ലിറ്റിൽ ബിറ്റ് മോർ ദാൻ ദാറ്റ്. മഞ്ഞിൽ വിരിഞ്ഞ പൂവേ പറയൂ. ഞാൻ ഹൗ ആർ യു സിംഗിങ് ഇറ്റ്? ഞാൻ മഞ്ഞിൽ അങ്ങോട്ട് പോണ്ട, വളരെ ഒതുക്കി ഒന്ന് പഠിക്ക. മഞ്ഞിൽ വിരിഞ്ഞ പൂവേ പറയൂ നീ ഇളം പൂവേ. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു സാർ, ഇതുപോലൊരു ബ്യൂട്ടിഫുൾ സോങ് ഞങ്ങൾക്ക് തന്നതിന് താങ്ക് യു സോ മച്ച്. എങ്ങനെയോ സംഭവിച്ചു, എനിക്കറിഞ്ഞൂടെ എങ്ങനെ വന്നു. എനിക്കറിയില്ല കേട്ടോ. ഓക്കെ, ഷാനിക്ക. അല്ല, ഷാനിക്ക നന്നായിട്ട് പാടാൻ പറ്റി എന്ന് തോന്നുന്നുണ്ടോ? ആം, ചെറിയ തോതിൽ. സി, അതിന്റെ കമ്പോസർ ആണല്ലോ ഇരിക്കുന്നത്. അപ്പം അദ്ദേഹത്തിന്റെ ജഡ്ജ്മെന്റിനെക്കാളും വലിയൊരു ജഡ്ജ്മെന്റ് ഇനി ഈ പാട്ടിനില്ല കിട്ടാൻ. നന്നായിട്ട് പാടി പോണം, നല്ല ഫീൽ ഉണ്ടായിരുന്നു. എനിക്ക് ആകെ ഫീൽ ചെയ്ത ഒരു 1-2 കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ജാനകിയമ്മ കുളിരോ എന്ന് പാടുമ്പോൾ നമുക്ക് ആക്ച്വൽ കുളിര് ഫീൽ ചെയ്യും. അത് മാത്രം ഒന്ന് ശ്രദ്ധിക്കാൻ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ മഞ്ഞൾ വിരിഞ്ഞ പൂവേ കേൾക്കുന്നുണ്ട് മോളെ കേട്ടോ. ആ ഒരു സസ്റ്റൈനിൽ ആ ഒരു പൂവേ പകരം ആ ഒരു പൂവ്, ആ ഒരു സൗണ്ടിങ് വരുന്നുണ്ട്. അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കാം. ബാക്കി വെരി നൈസ്, വെരി സ്വീറ്റ്. താങ്ക് യു സർ. ജെറി സർ, ഇതിന്റെ റെക്കോർഡിംഗ് ടൈമിലുള്ള മെമ്മറീസ് ഒന്ന് ഷെയർ ചെയ്യോ സർ? ബിജു തിരുമല സാർ ആ ലിറിക്സ് പറഞ്ഞു കൊടുത്തു. ജാനകി അമ്മയ്ക്ക് ഞാൻ ട്യൂൺ ഇങ്ങനെ മൂളി കൊടുത്തു. അപ്പം അവരൊരു ബ്ലോട്ടിംഗ് പേപ്പർ പോലെയാണ്, പറഞ്ഞ പോലെ അങ്ങ് പാടും. ഒന്നും സ്വന്തമായിട്ടൊന്നും ആഡ് ചെയ്യില്ല. അതെനിക്ക് വലിയ ഇഷ്ടമായി. ബിക്കോസ് നമ്മളുണ്ടാക്കുന്ന ഒരു പാട്ടിന് അതിൻ്റേതായ ഒരു ക്യാരക്ടർ വരുന്നത് അതിൻ്റെ ഒത്തൻറ്റിസിറ്റിയിലാണ്. വേറെ അഡീഷണൽ മൃഗങ്ങളും കണങ്ങളും എന്തൊക്കെയാണ് മീണ്ടുകൾക്കൊന്ന് ആഡ് ചെയ്താൽ അത് പോയ വഴി പോയി. സോ മാഡം വളരെ ക്ലിപ്തമായിട്ട് തന്നെ ഒതുക്കി ഒരു അത് ഈ പാട്ട് ആക്ച്വലി ഫാസിൽ സാർ എന്നോട് പറഞ്ഞൊരു പെൺകുട്ടി വീട്ടിലിങ്ങനെ മുറിയിൽ ഒരു ചൂലെടുത്തിട്ട് അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ മൂളിപ്പാടുന്ന പാട്ടുന്നതാണ്. അപ്പം അതിൻ്റെ അകത്തത് വലിയ ഓർക്കസ്ട്ര ഒന്നും ഇല്ല, അതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെ വളരെ ഒതുക്കി ഓൾമോസ്റ്റ് ലൈക്ക് എന്താ പറയുക, തന്നെത്താൻ കേൾക്കാൻ വേണ്ടി പാടുന്ന പോലെ അവർ പാടി. അത് മനോഹരമായിട്ട് വരികയും ചെയ്തു. അതിൻ്റെ ആ പാട്ട് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ജാനകി അമ്മ എന്നോട് പറഞ്ഞു, പാട്ട് വളരെ നന്നായിട്ടുണ്ട് കേട്ടോ. താങ്ക് യു സർ. ശരത് സർ. ഹന സർ, ഇത് ചെയ്ത ജെറി സാർ തന്നെ പറഞ്ഞു അദ്ദേഹത്തിന് ഇഷ്ടമായെന്ന്. അതിൻ്റെ അപ്പുറത്ത് നമ്മളൊന്നും പറയേണ്ട കാര്യമില്ല. എങ്കിലും അനുപല്ലവി ചരണങ്ങൾ കുറച്ച് കൺട്രോൾഡ് ആവാൻ തോന്നി. പിന്നെ ഈ ലിറിക്ക് തരുന്ന ഇമോഷൻ നമ്മളിലേക്ക് എത്തണ്ടേ. ജെറിമാഷ ആ ഒരു ചെറിയ സംഭവം പറഞ്ഞു, അതിന് വളരെ അർത്ഥമുണ്ട്. കാര്യം ചുമ്മാതല്ല, അതൊരു കമ്പോസറുടെ വായിൽ നിന്ന് തന്നെ അത് കേൾക്കാൻ കഴിഞ്ഞു, പാടി കേൾപ്പിക്കാൻ കഴിഞ്ഞു. കുറേ സന്തോഷം. അതിൻ്റെ സ്ഥിരം പറയുന്ന മണ്ടത്തരങ്ങളൊന്നും വന്നില്ല ഇന്ന് വായിൽ. അപ്പോൾ ഏതായാലും നല്ലൊരു പാട്ട്, നന്നായിട്ട് തന്നെ പാടി. താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. ചേച്ചി. ഹന. ഓ മാം. ഹന എന്റെ സുന്ദരി, അസലായിട്ട് പാടി. താങ്ക് യു മാം. നമുക്കൊക്കെ
എന്താ പറയാ, ഒരുപാട് ഇഷ്ടമുള്ള ഒരു പാട്ട്. പിന്നെ ജെറി മാഷിന്റെ മുമ്പിൽ വെച്ച് പാടാന്ന് പറയുന്നത് തന്നെ ഒരു വലിയ ഭാഗ്യമാണ്. നന്നായി പാടി, എനിക്ക് ഇഷ്ടപ്പെട്ടു. മോളുടെ വോയിസ് നല്ല രസമുണ്ടായിരുന്നു ഈ പാട്ടിനകത്ത് കേൾക്കാൻ. സ്പെഷ്യലി ഈ മ്യൂസിക് ഒക്കെ നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് മാത്രല്ലേ കേൾക്കുന്നത്. അപ്പൊ അവിടെ 2-3 കാര്യങ്ങൾ ഞങ്ങൾ കണ്ടുപിടിച്ച് എഴുതി. കോമ്പറ്റീഷൻ ആയതുകൊണ്ട് മാത്രം എഴുതിയതാ. അപ്പം അത് ശരത് സാർ പറഞ്ഞു കഴിഞ്ഞു, ഷാനും പറഞ്ഞു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മാം. താങ്ക് യു ചേച്ചി. ഓക്കെ, മാർക്സ് ചോദിക്കാം. ചോദിക്കാം. ശരത് സർ 8.7. താങ്ക് യു സർ. താങ്ക് യു സർ. ഷാനിക്ക 8.6. താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു ഷാനിക്ക. ചേച്ചി മോളൂസേ, മാർക്ക് താ, ഞാൻ ഈ ഗാനക്കുടത്തിലേക്ക് ഇടുന്നു. താങ്ക് യു മാം. ഓക്കെ, സോ ടോട്ടൽ 17.3. ഓക്കെ, താങ്ക് യു. താങ്ക് യു. അങ്ങനെ ഹനയുടെ പെർഫോമൻസോട് കൂടി നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ആയി. പക്ഷെ അതിനു മുന്നേ ജെറി സാറിന് നമ്മുടെ അമൃത ടിവിയുടെയും സൂപ്പർ സ്റ്റാറിന്റെയും വക ഒരു സ്നേഹ ആദരവുണ്ട്. അപ്പോൾ സാർ ഒന്ന് സ്റ്റേജിലേക്ക് വരണം. അതോടൊപ്പം അത് നൽകാനായിട്ട് ശരത് സാറിനെയും ഷാനിക്കേനെയും മഞ്ജരി ചേച്ചിനെയും കൂടെ ഞാൻ സ്റ്റേജിലേക്ക് വിളിക്കാണ്. ജെറി സർ, വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച്. ഇനി സമയം കിട്ടുമ്പോഴൊക്കെ സാർ വരണം കേട്ടോ. എന്നെ വിളിച്ചാൽ ഞാൻ വരും. അപ്പൊ ജെറി സാറിനെ പൊന്നാട അണിയിക്കാൻ ഷാനിക്കേനെയും മഞ്ജരി ചേച്ചീനെയും ഞാൻ ക്ഷണിക്കുന്നു. ഓക്കെ, ഇനി സാറിന് ഒരു മൊമെന്റോ. ശരത് സാർ, അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് ഗുഡ് നൈറ്റ് പറയാം. നമ്മുടെ എപ്പിസോഡ് കഴിഞ്ഞു സാർ. ഓക്കെ, റെഡി, 1 2 3 സ്റ്റാർട്ട്. ഗുഡ് നൈറ്റ്.